നമസ്കാരം. മന്ത്രങ്ങളിൽ ഉന്നതം ഗായത്രി മന്ത്രം എന്നതുപോലെ മേരുമലയുടെ ഒരു ശിഖിരം എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും ഇവിടെയുള്ള മൂലവർക്ക് അഭിഷേകത്തിന് 8 കിലോമീറ്റർ ദൂരത്തുള്ള കാവേരി നദിയിൽ നിന്നും ദിനവും തലച്ചുമടായി കുടത്തിൽ വെള്ളം കൊണ്ടുവരുന്ന പഴക്കമുള്ളതും കാക്കിക്ക് പറക്കാൻ അനുമതിയില്ലാത്തതുമായ രത്നഗിരി മലയെപ്പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു രത്നഗിരീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിൽ കുളിത്തല മണപ്പാറ പാതയിൽ കുളിത്തലയ്ക്കടുത്ത് അയ്യർമല എന്ന മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ, രത്നഗിരീശ്വരർ, വാട്പോക്കിനാഥർ, രാജലിംഗമൂർത്തി എന്നീ നാമങ്ങളിലും ശ്രീപാർവതി, സുരുമ്പാർ കുഴലി എന്നീ നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. സുമാർ 4 കിലോമീറ്റർ ചുറ്റളവും സമുദ്രനിരപ്പിൽ നിന്നും 1178 അടി ഉയരവുമുള്ള അയ്യർമലയ്ക്ക് പുരാണങ്ങളിൽ പഞ്ചാക്ഷരമല, മാണിക്യമല, വാട്പോക്കിമല, ശിവായമല, രത്നഗിരി, രത്നാചലം, മണിഗിരി എന്നെല്ലാം നാമങ്ങളുണ്ട്. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ തങ്ങിയിരുന്നതിനാൽ ഐവർമല എന്നായിരുന്ന ഈ മല പിന്നീട് അയ്യർമലയായി മാറി എന്നാണ് പറയുന്നത്. ഇത് സാധൂകരിക്കും വിധം മലയിലെ ഗുഹയിൽ കല്ലുകൊണ്ടുള്ള 5 കിടക്കകൾ ഇന്നും ഭക്തർക്ക് കാണാം. വേറൊരു ഗുഹയിലാകട്ടെ 3 കൽക്കിടക്കകളുമുണ്ട്. ജൈനമതസ്ഥർ ഈ ഗുഹ ഉപയോഗിച്ചിരിക്കാം എന്നും വാദമുണ്ട്. അഗസ്ത്യ മഹർഷിക്ക് ഭഗവാൻ പഞ്ചാക്ഷരി മന്ത്രം ഉപദേശം ചെയ്ത സ്ഥലമാണിത്. ഈ മലയിൽ ശിവഭഗവാൻ രത്നങ്ങളായി ദർശനം തരുന്ന ഐതിഹ്യത്തിനാൽ ഈ മലയ്ക്ക് ചുറ്റിലുമുള്ള ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ പച്ച, ചുവപ്പ് പോലെയുള്ള പല നിറത്തിലുള്ള കല്ലുകൾ ധാരാളം കാണാറുണ്ടെന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് 8 പാറകൾക്ക് നടുവിലുള്ള 9ാമത്തെ പാറയിൽ ഭഗവാൻ സ്വയംഭൂവായി അരുൾപാലിക്കുകയാണെന്നാണ് പുരാണങ്ങൾ. മലയ്ക്ക് താഴെയുള്ള ഗ്രാമങ്ങളിലെ പുരുഷന്മാർ തങ്ങളുടെ പേരിന്റെ കൂടെ രത്നം എന്ന് ചേർക്കുന്നത് ഇവിടെ സഹജമാണ്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള പ്രശസ്തമായ 276 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതും പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 64ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ തിരുനാവുക്കരശരും വള്ളലാർ സ്വാമികളും ഇവിടുത്തെ മൂലവരെക്കുറിച്ച് പതികവും അരുണഗിരിനാഥർ ഇവിടുത്തെ ശ്രീമുരുകനെ കുറിച്ച് തിരുപ്പുകഴും പാടിയിട്ടുണ്ട്. മറാഠിയ മന്നൻ ഷാജി ഇവിടുത്തെ മൂലവർക്ക് കീർത്തനം രചിച്ചിട്ടുണ്ട്. 63 നായന്മാരിൽ സുന്ദരമൂർത്തി നായനാർ രത്നഗിരീശ്വരരെ ഇവിടെ ദർശിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഈ മല രത്നമലയായും ഭഗവാനെ ജ്യോതി വടിവിലും ദർശിച്ചതിനാൽ മല ഉച്ചിയിലേക്ക് കയറാതെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ തിരുപ്പണികൾക്ക് ആവശ്യത്തിന് പൊൻപണം വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതികം പാടി. ശിവഭഗവാനെ ഒരു തോഴനായി കണ്ട് ഭഗവാനോട് ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കുകയും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളാണ് സുന്ദരമൂർത്തി നായനാർ. അദ്ദേഹത്തിന്റെ കുറുമ്പുകൾക്കെല്ലാം ശിവഭഗവാൻ നിന്നുകൊടുക്കാറുമുണ്ട്. പല പ്രാവശ്യം പല ക്ഷേത്രങ്ങളിൽ വെച്ച് സുന്ദരമൂർത്തികൾക്ക് ഭഗവാൻ പൊൻകിഴി നൽകിയിട്ടുമുണ്ട്. ഇപ്രാവശ്യവും സുന്ദരരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭൂതഗണങ്ങൾ പാറയിന്മേൽ നിന്ന് പൊന്നു ചൊരിഞ്ഞതായും ഇവിടെയുള്ള ഒൻറുപാതി എന്നിടത്തിൽ ഭഗവാൻ സുന്ദരമൂർത്തി നായനാർക്ക് ദർശനം കൊടുത്തതായും സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. സുന്ദരമൂർത്തി നായനാർക്ക് പൊന്നു കൊടുത്ത ഇടം ഇന്ന് പൊന്നിടുംപാറ എന്നറിയപ്പെടുന്നു. പൊന്നിടുംപാറയ്ക്ക് മുകളിലുള്ള കൽത്തൂണിൽ നൂൽ കെട്ടി ഭക്തർ ആഭിചാരം മാറാൻ പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകത ഭഗവാന് അഭിഷേകം ചെയ്യുന്ന പാൽ അതിൽ ചന്ദനത്തിരിയോ കർപ്പൂരമോ വീണാൽ പോലും വൈകുന്നേരം വരെ കേടാവില്ല എന്നതാണ്. അതിനുശേഷമാവട്ടെ രുചികരമായ തൈരായി ഇത് മാറുന്ന അതിശയം ഇവിടെ മാത്രം നടക്കുന്ന ഒന്നാണ്. വേറൊന്ന്, കാക്ക എന്നൊരു പക്ഷിയെ ഈ അയ്യർമലയിൽ ഇല്ലെന്നതാണ്. ഇതിന് പിന്നിലെ കാരണം ഇങ്ങനെ: പണ്ടുകാലത്ത് ഒരു ഇടയൻ ഭഗവാന് നിവേദിക്കാനായി ഒരു കുടത്തിൽ പാൽ കൊണ്ടുവന്നു വെച്ചത് ഒരു കാക്ക തട്ടിമറിച്ചു കളഞ്ഞു. ഭഗവാൻ ആ കാക്കയെ ഭസ്മമാക്കി. അഭിഷേകത്തിന് ഇനി എന്തു ചെയ്യും എന്ന് വിഷമിച്ച ഇടയനെ സമാധാനിപ്പിച്ച ഭഗവാൻ ഈ മലയ്ക്ക് മുകളിൽ ഇനി കാക്കകൾ പറക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. അന്നിലിരുന്ന് ഈ മലയിൽ കാക്കകൾക്ക് അനുമതിയില്ലെന്ന് മാത്രമല്ല, ഈ മലയിലേക്ക് പറക്കാൻ കാക്കകൾ ശ്രമിച്ചാൽ ഷോക്കടിച്ചതുപോലെ ചത്തു വീഴുന്നു എന്നാണ് ഗ്രാമവാസികളുടെ ഭാഷ്യം. ഈ മലയിലുള്ള പാമ്പുകൾക്ക് വിഷമില്ല എന്നും പറയപ്പെടുന്നു. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിലും രത്നഗിരീശ്വരർക്കുള്ള അഭിഷേകത്തിന് 8 കിലോമീറ്റർ ദൂരത്തിലുള്ള കാവേരി നദിയിൽ നിന്ന് 10 കുടം ജലം തളച്ചുമടായി കൊണ്ടുവന്ന് ഉച്ചപൂജയ്ക്ക് അഭിഷേകം ചെയ്യുന്നു എന്നതാണ്. ജലമെടുക്കാൻ ബസ്സിലോ ബൈക്കിലോ പോകുമെങ്കിലും ജലം കുടങ്ങളിൽ തലച്ചുമടായി നടന്നാണ് കൊണ്ടുവരുന്നത് എന്നതാണ് വിസ്മയം. ഇങ്ങനെ ചെയ്യാൻ ഒരു കാരണമുണ്ട്. ആര്യനാട്ടിൽ മംഗലമാനഗറിൽ ആര്യരാജൻ എന്നൊരു ശിവഭക്തനായ രാജാവ് ഭരണം നടത്തി വന്നിരുന്നു. അദ്ദേഹത്തെ പ്രതി ഒരു തിരുവിളയാടൽ നടത്താൻ ഉദ്ദേശിച്ച ശിവഭഗവാൻ അദ്ദേഹത്തിന്റെ മാണിക്യം പതിച്ച അമൂല്യമായ കിരീടം അപ്രദർശനമാക്കി. കിരീടം ശ്രീകോവിലുണ്ടെന്ന വിവരം ലഭിച്ച മന്നൻ ഇവിടെ എത്തി ഭഗവാനോട് തന്റെ കിരീടം തിരിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അന്നേരം അവിടെ എത്തിയ ഒരു വൃദ്ധൻ ഒരു വലിയ കൊപ്പര, അതായത് നീർത്തൊട്ടി കാണിച്ച് അതിൽ കാവേരിയിലെ ജലം നിറച്ചാൽ കിരീടം തിരിച്ചു കിട്ടുമെന്ന് അറിയിച്ചു. രാജാവ് തന്റെ സേവകരെ വെച്ച് ജലം നിറയ്ക്കാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും ആ നീർത്തൊട്ടി നിറഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ ദേഷ്യം വന്ന രാജാവ് വാളൂരി വൃദ്ധന് നേരെ വീശി. തൽക്ഷണം വൃദ്ധൻ അപ്രത്യക്ഷമാവുകയും രാജാവിന് മാണിക്യ കിരീടം കിട്ടുകയും ചെയ്തു. പക്ഷെ ശിവലിംഗത്തിന്റെ ഉച്ചിയിൽ വാൾ കൊണ്ട് രക്തം ചീറ്റുന്നത് കണ്ട രാജാവിന് വൃദ്ധനായി വന്നത് ശിവഭഗവാനാണെന്ന് മനസ്സിലായി.
ദുഃഖത്തോടെ രാജാവ് ഭഗവാനോട് മാപ്പ് ചോദിച്ചു. അന്ന് അദ്ദേഹം കാവേരിയിൽ നിന്ന് 10 കുടം വെള്ളം തലച്ചുമടായി തന്നെ അഭിഷേകത്തിന് കൊണ്ടുവരണം എന്ന് ഉത്തരവിട്ടത് ഇന്നും നടക്കുന്നു. ആ രാജാവ് പിന്നീട് ഈ ക്ഷേത്രത്തിൽ തന്നെ ശിവസേവ ചെയ്ത് മുക്തിയടഞ്ഞു. ഭഗവാന്റെ സന്നിധിക്ക് മുന്നിലായി പൊയ്വാസിക്കൊപ്പര എന്ന നീർത്തൊട്ടി ഇന്നും ഭക്തർക്ക് ദർശിക്കാം. രാജാവിന്റെ വാളിനാൽ ശിവലിംഗത്തിന് മുറിവ് പറ്റിയതിനാൽ ഭഗവാന് മുടിത്തഴുമ്പർ എന്ന നാമവും ഉണ്ട്. ഒരുപാട് പ്രത്യേകതകളും ദിവ്യത്വവുമുള്ള രത്നഗിരി മലയുടെ ഉത്പത്തിയെപ്പറ്റി സൂത മഹർഷി നൈമിഷാരണ്യ മുനിമാർക്ക് വിവരിക്കുന്ന ഭാഗം ശ്രദ്ധേയമാണ്. യുഗങ്ങൾക്ക് മുമ്പ് നൈമിഷാരണ്യത്തിൽ തപസ്സും ധ്യാനവും യാഗങ്ങളും ചെയ്യുകയായിരുന്ന മുനിമാരുടെ അടുത്തേക്ക് സൂത മഹർഷി എത്തി. മുനിമാർ അദ്ദേഹത്തെ വന്ദിച്ച്, മുനീശ്വര, അങ്ങ് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾക്ക് ഓരോ ക്ഷേത്രചരിത്രത്തെപ്പറ്റി വിവരിക്കുമല്ലോ, രത്നഗിരി മലയുടെ ഉൽപ്പത്തിയെപ്പറ്റി പറഞ്ഞാലും എന്ന് അഭ്യർത്ഥിച്ചു. സൂത മഹർഷി പറഞ്ഞ പുരാണ കഥയുടെ രത്ന ചുരുക്കം ഇപ്രകാരമാണ്. വായു ഭഗവാനും ആദിശേഷനും ഇടയിൽ ആരാണ് ഏറ്റവും ബലശാലി എന്നൊരു തർക്കമുണ്ടായതിനെ തുടർന്ന് ആദിശേഷൻ മേരുപർവ്വതത്തെ ചുറ്റി വരിഞ്ഞു കിടന്ന് വായു ഭഗവാനോട് തന്നെ അടർത്തി മാറ്റാൻ വെല്ലുവിളിച്ചു. വായു ഭഗവാൻ ശക്തിയായി കാറ്റുവീശി ഭൂമിയിൽ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും പേമാരിയും സൃഷ്ടിച്ചതിനാൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ജീവവായു പിടിച്ചുവെക്കുകയും ചെയ്തതിനാൽ ഭൂമിയിൽ ജീവജാലങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. ഇവരുടെ ഈ മത്സരം യുഗങ്ങൾ നീണ്ടു. ഇരുവർക്കും തുല്യബലമായതിനാൽ ആർക്കും വിജയമുണ്ടായില്ല. പ്രപഞ്ചം നശിക്കുമെന്ന ഭയത്തിൽ ദേവന്മാർ ഇരുവരോടും മത്സരം നിർത്താൻ ആവശ്യപ്പെട്ടു. ആദിശേഷൻ ഒന്നയഞ്ഞു. ആ തക്കത്തിന് വായു ഭഗവാൻ ശക്തിയായി കാറ്റുവീശി വിലമതിക്കാനാവാത്ത രത്നങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന മേരുമലയുടെ 5 ശിഖരങ്ങൾ വലിയ ശബ്ദത്തോടെ ഭൂമിയിലേക്ക് പതിച്ചു. ഇവരുടെ അഹങ്കാരത്തിന് ശിവഭഗവാൻ ഇരുവരെയും ശപിച്ചു. പവിഴം തിരുവണ്ണാമലയിലും, മരതകം തിരുവീങ്കോയ് മലയിലും, നീലരത്നം പൊതികയിലും, വൈരം കൊടുമുടിയിലും, മാണിക്യം തിരുവാട്പോക്കി എന്ന രത്നഗിരിയിലും വീണു. പാണ്ഡ്യനാട്ടിൽ താമ്രഭരണിയാറ്റിൻകരയിൽ നീലാചലം എന്ന സ്ഥലത്ത് കുടികൊള്ളുന്ന ശ്രീപരമേശ്വരന്റെ ഈശാന ദിശയിൽ ഭൂമിക്കുള്ളിൽ ആഴ്ന്നിറങ്ങിയ പടിയൊരു മലയുണ്ട്. അതാണ് ശ്വേതാചലം. അവിടെ നിന്നും 3 യോജന ദൂരത്ത് കാവേരി നദിയുടെ തെക്കുഭാഗത്താണ് രത്നഗിരി. അവിടെ കുടികൊള്ളുന്ന രത്നഗിരീശ്വരരെ ദർശിക്കുന്ന മാത്രയിൽ പാപങ്ങളെല്ലാം എരിഞ്ഞുതീരും. ഈ മല ഭൂമിയിൽ വീണ വേഗത്തിൽ തറയ്ക്കുള്ളിൽ ഒരു വലിയ ഭാഗം ഇടിഞ്ഞിറങ്ങി. 16 യോജന നീളവും 3 യോജന അകലവുമുള്ള ഈ മലയിൽ ദേവതീർത്ഥം മുതലായ 8 തീർത്ഥങ്ങളുണ്ട്. രത്നഗിരിയിലെ സ്വയംഭൂ രത്നലിംഗം ഉമാദേവിയാൽ പൂജിക്കപ്പെട്ടത്. ഇവിടെയുള്ള സ്ഥലവൃക്ഷം വേപ്പുമരം ദേവേന്ദ്രൻ നട്ടുപിടിപ്പിച്ചത്. പഞ്ചാക്ഷരി വടിവിലുള്ള ഈ മലയുടെ പുണ്യങ്ങൾ വർണ്ണിക്കുക അസാധ്യം. ഇത്രയും പറഞ്ഞ് സൂത മഹർഷി ദേവേന്ദ്രന്റെ കഥയിലേക്ക് കടന്നു. അഹല്യയുടെ പ്രശ്നത്തിൽ ഗൗതമ മഹർഷിയുടെ ശാപമേറ്റ് ദേഹം മുഴുവൻ വികൃതമായ ദേവേന്ദ്രൻ വ്യാഴഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തി ദേവീ സന്നിധിയിൽ വേപ്പുമരം നട്ട് മല ഉച്ചിയിൽ തന്റെ വജ്രായുധത്തിനാൽ ഒരു തീർത്ഥവും സൃഷ്ടിച്ചു. അതിൽ നീരാടി ദേവലോകത്തു നിന്നും കൊണ്ടുവന്ന ദിവ്യ മലരുകളാൽ ദേവിക്കും ഭഗവാനും അർച്ചന ചെയ്ത് തീർത്ഥക്കരയിലുള്ള ഗുഹയിലിരുന്ന് രാവും പകലും പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടു. ദേവേന്ദ്രന്റെ പൂജയിൽ സംപ്രീതനായ ശിവഭഗവാൻ ദേവിയോടൊപ്പം ദർശനം കൊടുത്ത് ഇന്ദ്രന്റെ ശാപം മാറ്റി. ദക്ഷിണായനം, ഉത്തരായണം, വിഷു, സൂര്യചന്ദ്രഗ്രഹണങ്ങൾ, അമാവാസി, പൗർണമി, സോമവാരം, ജന്മനക്ഷത്രം, ശ്രാദ്ധദിനം എന്നിവയിൽ ഈ ദേവതീർത്ഥത്തിൽ നീരാടി വേപ്പുമരത്തിന് അഭിഷേകം ചെയ്ത് ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിക്കുന്നവർക്ക് ശിവലോകം സിദ്ധിക്കും. 1 മാസം ഇവിടെ താമസിച്ച് വേപ്പുമരത്തിന് പൂജ ചെയ്താൽ കടുത്ത രോഗങ്ങളും മാറും. 12 വർഷത്തിലൊരിക്കൽ ദേവേന്ദ്രൻ ഇടിമിന്നലിന്റെ രൂപത്തിൽ ഭഗവാന് പൂജ ചെയ്യുന്നു. പക്ഷേ കോവിലിനും മൂർത്തിക്കും കേടുപാടുകളില്ല എന്നതാണ് വിസ്മയം. പിറ്റേന്നാൾ പൂമാലയും ഭഗവാന്റെ വസ്ത്രവും കരിഞ്ഞിരിക്കുമെന്നതാണ് ദേവേന്ദ്രൻ പൂജ ചെയ്തതിന്റെ അടയാളമായി പറയുന്നത്. ദേവേന്ദ്രന് ശാപമോചനം ലഭിച്ചതറിഞ്ഞ വായുദേവൻ മേരുമലയുടെ ശിഖരത്തെ പിഴുത കുറ്റത്തിന് പാപം മാറ്റാൻ ഇവിടെ വായുതീർത്ഥം സൃഷ്ടിച്ച് ദിനവും മല്ലിക, ചെമ്പകം, വില്വം എന്നീ പൂക്കളാൽ രത്നഗിരീശ്വർക്ക് അർച്ചന ചെയ്തു വന്നു. ഭഗവാൻ സംപ്രീതനായി ദർശനം കൊടുത്ത് പാപം മാറ്റിയതോടൊപ്പം വായുദേവന് 10 നാമങ്ങളും നൽകി ഐപ്പശി മാസം പൗർണമിയിൽ വായുതീർത്ഥത്തിൽ നീരാടിയാൽ സകല പാപങ്ങളും തീരുമെന്നുര ചെയ്തു. ആദിശേഷൻ മേരുമല അടർത്തിയ കുറ്റം നീങ്ങാൻ ഭൂമിയിൽ വന്ന് ഗോകർണം, ശംഖുകർണം, അനന്തശൈലം, സോമേശ്വരം, കപിലേശ്വരം, സഖ്യമല എന്നിങ്ങനെ പല തിരുസ്ഥലങ്ങൾ സന്ദർശിച്ചു വരവേ നാരദ മഹർഷിയിൽ നിന്നും വായുഭഗവാന്റെ ശാപം നീങ്ങിയ കഥ അറിഞ്ഞ് ഇവിടെ രത്നഗിരിയിലെത്തി. നാഗതീർത്ഥം സൃഷ്ടിച്ച് 108 കുടം ജലം കൊണ്ട് ഭഗവാന് ദിനവും അഭിഷേകങ്ങൾ ചെയ്ത് ശാപം മാറ്റി. ഭഗവാൻ ആദിശേഷനോട് നാഗതീർത്ഥത്തിൽ പുരുട്ടാസി ശുക്ലപക്ഷ ചതുർത്ഥിയിൽ നീരാടി വേണ്ടവിധം ഭഗവാനെ ദർശനം ചെയ്താൽ ശിവാപരാധം നീങ്ങും എന്നുര ചെയ്തു. വേറൊരു പുരാണപ്രകാരം വായുഭഗവാൻ കാളഹസ്തിയിൽ ശിവലിംഗം പ്രതിഷ്ഠ ചെയ്തും ആദിശേഷൻ തിരുപ്പാമ്പുരത്ത് തപസ്സിരുന്നുമാണ് മേരുമലയുടെ ശിഖരങ്ങളെ പിഴുത കുറ്റത്തിന് മാപ്പ് കിട്ടിയത് എന്നാണ്. യുഗയുഗങ്ങളിൽ ഈ സംഭവങ്ങൾ ചെറിയ വ്യത്യാസങ്ങളോടെ തനിയാവർത്തനം നടക്കുന്നു എന്നതിനാലാണിത്. സൂര്യഭഗവാൻ രത്നഗിരിയിൽ സൂര്യതീർത്ഥം സൃഷ്ടിക്കാൻ കാരണമുണ്ട്. ഉദയാചലത്തിനരികിൽ മന്ദേകം എന്ന ദ്വീപിൽ തപശക്തിയുള്ള അസുരന്മാർ ഉദയത്തിൽ സൂര്യനോട് പോരിട്ടപ്പോൾ സൂര്യന് അവരെ എതിർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. സൂര്യൻ തന്റെ പ്രതിനിധിയായി അശനി എന്നയാളെ രത്നഗിരിയിൽ അയച്ച് പൂജകൾ നടത്തി. ഭഗവാൻ സൂര്യന് അസുരന്മാരെ വെല്ലാനുള്ള ബലം കൊടുത്തു. ഈ സൂര്യതീർത്ഥം കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്തുന്നവർ ശിവലോകം പോകുമെന്ന് അനുഗ്രഹവും കൊടുത്തു.
മാസിമാസം 3, 4, 5 തീയതികളിൽ ഭഗവാന്റെ കരുവറയിലുള്ള നവദ്വാരങ്ങളിലൂടെ സൂര്യൻ തന്റെ പ്രകാശകിരണങ്ങളാൽ ഭഗവാന് അർച്ചന ചെയ്യുന്നു. വീരകേശൻ എന്ന സൂര്യകുല രാജാവ് ആഭിചാരത്തിന് അടിമപ്പെട്ട് ദുഷ്ടതരങ്ങൾ ചെയ്ത് രാജ്യവും നശിച്ച് രോഗബാധിതനായി മരണപ്പെട്ടു. യമകിങ്കരന്മാരുടെ ശിക്ഷയ്ക്ക് വിധേയനായി അദ്ദേഹത്തിന്റെ പ്രേതം ഭീകരരൂപിയായി ഗതി കിട്ടാതെ പശ്ചാത്താപ വിവശനായി വിന്ധ്യാചല പർവ്വതത്തിൽ അലയുമ്പോൾ രോമസ മഹർഷിയെ കണ്ടുമുട്ടി. കാര്യങ്ങൾ മനസ്സിലാക്കിയ രോമസ മഹർഷി പ്രേതത്തെയും കൂട്ടി രത്നഗിരിയിലെത്തി രോമസ തീർത്ഥത്തിൽ നീരാടാൻ ഉപദേശിച്ചു. അപ്രകാരം ചെയ്ത് പഞ്ചാക്ഷരി ജപിച്ച അദ്ദേഹത്തിന് ദേവിയും ഭഗവാനും മാപ്പ് കൊടുത്ത് കാമദേവനെ വെല്ലുന്ന സൗന്ദര്യവും കൊടുത്തു. ഭഗവാനെ വണങ്ങി അയാൾ കൈലാസം പൂകി. അന്നിരുന്ന് ആ തീർത്ഥം പ്രേതമോക്ഷ തീർത്ഥം എന്നറിയപ്പെടുന്നു. ഈ തീർത്ഥത്തിൽ നീരാടുന്നവരുടെ വംശാവലി മോക്ഷമടയും. ഭരദ്വാജ മുനിയും വരാഹരൂപമെടുത്ത വിഷ്ണു ഭഗവാനും ഇവിടെ തീർത്ഥം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ തീർത്ഥത്തിൽ നീരാടി പൂജ ചെയ്താൽ പിതൃക്കൾ തൃപ്തരാവും. മലയുടെ വടക്ക് ഭാഗത്ത് ദുർഗാദേവി സൃഷ്ടിച്ച കന്യാതീർത്ഥമുണ്ട്. ഇവിടെ ദേവി മഹിഷാസുരനെ കൊന്ന പാപം മാറ്റിയതായാണ് പുരാണങ്ങൾ. മഹാനവമിയിൽ ഇതിൽ നീരാടുന്നവർക്ക് സർവ്വസിദ്ധി കിട്ടും. ശിവഭഗവാൻ കൊടുത്ത വാൾ കൊണ്ട് ദേവി മഹിഷനെ വധിച്ചതിനാൽ ഈ മലയ്ക്ക് വാട്പോക്കി എന്ന നാമം വന്നതായും ഐതിഹ്യമുണ്ട്. രത്നഗിരിയെപ്പറ്റി ഇത്രയും വിവരിച്ചുകൊണ്ട് സൂത മഹർഷി നൈമിഷാരണ്യ മുനികളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. അയ്യർമലയുടെ അടിവാരത്തിൽ നൂറുകാൽ മണ്ഡപം, കാർ പാർക്കിംഗ് സൗകര്യം, വിനായകർ സന്നിധി, ദണ്ഡായുധപാണി സന്നിധി, കറുപ്പണ്ണസ്വാമി സന്നിധിയും വൈരാഗ്യ പെരുമാൾ സന്നിധി എന്നൊരു വ്യത്യാസ സന്നിധിയുമുണ്ട്. കാഞ്ചീപുരത്തിലുള്ള വൈരപ്പെരുമാൾ എന്നയാളുടെ സഹോദരിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. തീവ്ര ശിവഭക്തനായിരുന്ന അദ്ദേഹം സഹോദരിക്ക് സന്താന ഭാഗ്യം ലഭിച്ചാൽ തന്റെ ശിരസ് ഭഗവാന് സമർപ്പിക്കാമെന്ന് സത്യം ചെയ്തു. പിന്നീട് സഹോദരിക്ക് കുഞ്ഞുണ്ടായപ്പോൾ അദ്ദേഹം തന്റെ ശിരസ് ഭഗവാന് സമർപ്പിച്ചു. അതാണ് ക്ഷേത്രത്തിലെ വൈരാഗ്യ പെരുമാൾ സന്നിധി. അടിവാരത്തിൽ അദ്ദേഹത്തിന്റെ പാദവും മലക്കോവിലിൽ അദ്ദേഹത്തിന്റെ ശിരസുമുണ്ട്. സ്വാമിക്ക് ദിനംതോറും കാലശാന്തി സായരക്ഷാ പൂജ കഴിഞ്ഞതും വൈരപ്പെരുമാൾക്ക് ദീപാരാധന ചെയ്ത് സ്വാമിക്ക് ചാർത്തിയ മാല അണിയിക്കുന്നു. ഈ സ്ഥലത്ത് വൈരാഗ്യ പെരുമാൾ മലയുടെ കാവൽ ദൈവമായി ഭക്തർ ആരാധിക്കുന്നു. ഏകദേശം 1017 പടികൾ കയറി വേണം മലക്കോവിലെത്തുവാൻ. നടക്കാൻ പ്രയാസമുള്ളവർക്കായി ക്ഷേത്രത്തിന്റെ വക റോപ്പ് കാർ സൗകര്യവുമുണ്ട്. 20 പടികൾ കയറി ചെന്നാൽ ആഞ്ജനേയർ സന്നിധി. അടുത്തത് കമ്പത്തടി കറുപ്പ് കോവിൽ. ആഭിചാരം മാറാൻ തൂണിൽ ചരട് കെട്ടുന്നത് ഇവിടെയാണ്. ഇതിനടുത്തുള്ള വലിയ പാറയാണ് ശകുനക്കുന്ന്. പാറയ്ക്കടിയിൽ ഒരു സന്നിധിയുമുണ്ട്. ഈ പാറയ്ക്ക് കീഴെ ഇരുന്നാണ് ഭക്തർ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ശകുനങ്ങൾ നോക്കുന്നത്. എതിരിൽ അപ്പർ, മാണിക്യവാസകർ, സംബന്ധർ സന്നിധികൾ. പൊന്നിടും പാറ കടന്നാൽ 18 പടികൾ. അതിൽ ഒരു മലർ ചെതുക്കിയിട്ടുണ്ട്. വഴക്ക്, ഷണ്ട പ്രശ്നങ്ങൾ ഉള്ളവർ ഇവിടെ കർപ്പൂരം കത്തിച്ച് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യുന്നു. ഉടൻ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നതും കള്ളസത്യം ചെയ്തവർക്ക് ശിക്ഷയും കിട്ടുന്നത് ഇന്ന് നടക്കുന്ന കാര്യമാണ്. ഏകദേശം 700 പടികൾ കയറി ചെന്നാൽ പാറ പിളർന്നതിനടുത്തായി സപ്തമാതാക്കൾ സന്നിധി. ദേവിയുടെ വാൾ കൊണ്ട് പിളർന്ന പാറയാണിതെന്നും സപ്തമാതാക്കൾക്ക് മഴയിൽ ഒതുങ്ങി നിൽക്കാൻ ഇടം കൊടുത്തതാണെന്നും ഐതിഹ്യമുണ്ട്. പ്രവേശന കവാടത്തിനടുത്തായി വിനായകർ സന്നിധി. കുറച്ച് പടികൾ മേലെ കയറി ചെന്നാൽ കോട്ടവാതിൽ പോലെയാണ് പ്രവേശന കവാടം. 7-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്നതായി കരുതപ്പെടുന്ന ഈ ക്ഷേത്രം കുലോത്തുംഗ ചോഴൻ രണ്ടാമന്റെ കാലത്താണ് പുനർനിർമ്മാണം ചെയ്തത്. പിന്നീട് പാണ്ഡ്യരാജാക്കന്മാരും ഹൊയ്സാലരും വിജയനഗര സാമ്രാജ്യ അധിപതികളും ക്ഷേത്രത്തിനായി ധാരാളം തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. ചെട്ടിയാർമാരുടെ അധീനതയിലുള്ള ഈ ക്ഷേത്രത്തിൽ 2008 മഹാകുംഭാഭിഷേകം നടന്നത്. 50-ൽ പരം ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. കാവേരി പൂമ്പട്ടണത്തെ 11 ചെട്ടിയാർമാർ ഒരിക്കൽ ഇവിടെ ഇരുന്ന് സ്വത്ത് 11ആയി ഭാഗം വെച്ചപ്പോൾ 12 ഭാഗമായി കണ്ടതിനാൽ ഒരു ഭാഗം ഭഗവാന് സമർപ്പിച്ചു. അങ്ങനെ ഭഗവാനും ചേർന്ന് 12 ചെട്ടിയാർമാർ എന്ന കണക്കിൽ അവർ ഭഗവാന്റെ പങ്കാളികളായി. ക്ഷേത്രത്തിൽ അഭിഷേകത്തിന് ജലം കൊണ്ടുവരുന്നവർ 12-ാം ചെട്ടിയാർമാരും ചോഴ വെള്ളാളന്മാരുമാണെന്നാണ് പറയുന്നത്. കുറച്ച് പടികൾ മേലെ പോയാൽ അമ്മനാലയം, പ്രസിദ്ധിപെറ്റ വേപ്പുമരം. ദേവി തനി സന്നിധിയിൽ സുരുമ്പാർക്കുഴലി എന്ന നാമത്തോടെ പുഞ്ചിരിയോടെ കിഴക്ക് ദർശനമായി നിൽക്കുന്ന പ്രതിഷ്ഠയാണ്. കുറച്ചും മേലെയായി കമ്പത്തടി മണ്ഡപവും 63 നായന്മാരുടെ പ്രതിഷ്ഠയും നന്ദിശിലയും. ഏറ്റവും മുകളിലാണ് അയ്യർമല രത്നഗിരീശ്വരർ ക്ഷേത്രം. ശിവഭഗവാൻ രത്നഗിരീശ്വരർ എന്ന നാമത്തിൽ പ്രധാന കരുവറയിൽ സ്വയംഭൂ ശിവലിംഗമായി പടിഞ്ഞാറ് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഐതിഹ്യപ്രകാരമുള്ള മുറിവിന്റെ പാട് ശിവലിംഗത്തിലുണ്ട്. മുൻവശത്തായി പൊയ്വാസി കൊപ്പുറത്തൊട്ടി. ഈ തൊട്ടിയിൽ കാവേരി ജലം തൽച്ചുമടായി കൊണ്ടുവരുന്നത് ഒഴിച്ച് ഉച്ചകാല പൂജയിൽ ഭഗവാന് അഭിഷേകം നടക്കുന്നു. കാലത്ത് കുളിത്തലയിലുള്ള കടമ്പവനേശ്വരരെയും ഉച്ചയ്ക്ക് ഇവിടെ രത്നഗിരീശ്വരരെയും വൈകുന്നേരം മുസിരിക്കടുത്തുള്ള തിരുഈങ്കോയ്നാഥരെയും അർദ്ധയാമത്തിൽ കരുപ്പത്തൂരിലുള്ള സിംഹപുരീശ്വരരെയും സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ പുനർജന്മമില്ല എന്നാണ് ഐതിഹ്യം. വിലമതിക്കാനാവാത്ത മാണിക്യ കിരീടം കാർത്തിക 1-ാം തീയതി മാത്രമാണ് ഭഗവാന് ചാർത്തുന്നത്. ഭക്തർ ഇവിടെ ഭഗവാന് വെളുത്ത വസ്ത്രം ചാർത്തി മണിവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൽ വൈരാഗ്യ പെരുമാൾ, വിനായകർ, മുരുകൻ, ദക്ഷിണാമൂർത്തി, നടരാജർ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വേപ്പുമരം. ക്ഷേത്രതീർത്ഥം ദേവതീർത്ഥമടക്കം 8 തീർത്ഥങ്ങൾ. ആഗമവിധി പ്രകാരമുള്ള 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചിത്ര ബ്രഹ്മോത്സവം 15 നാൾ, കാർത്തിക സോമവാരങ്ങൾ, തൈപ്പൂയം, മാർഗഴി തിരുവാതിര, ശിവരാത്രി
രഥോത്സവത്തിന് ആദ്യ ദിവസം രാത്രി നടക്കുന്ന കുതിരത്തേർ പ്രസിദ്ധി പെറ്റത്. അന്ന് ഭഗവാൻ തങ്കക്കുതിരയിൽ വീതിയിൽ എഴുന്നള്ളുന്ന വൈഭവം നടക്കുമ്പോൾ കർഷകർ തങ്ങളുടെ വിളവുകൾ അധികരിക്കാൻ വീതിയിലുടനീളവും പടികളിലും ധാന്യങ്ങൾ തൂവുന്നു. പൂജാ സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കരൂരിൽ നിന്ന് 40 കിലോമീറ്റർ, കുളിത്തലയിൽ നിന്ന് 8 കിലോമീറ്റർ, തിരുച്ചിയിൽ നിന്ന് 44 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുളിത്തല. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.